ദളിത് യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ് സി വത്സനെതിരെ കേസെടുത്തു. പീഡനം, SC/ST പീഡന നിരോധന നിയമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് FIR. പ്രശോഭ് നിലവിൽ ഒളിവിൽ തുടരുകയാണ്. ഗോകുൽ കെ വേണുഗോപാലാണ് പാലക്കാട് നിന്ന് ചേരുന്നത്. ഗോകുൽ, അല്പസമയം മുൻപാണ് ഈ യുവതി ഈ പ്രശോഭ് ഷാഫി പറമ്പിലും ഒപ്പം തന്നെ മറ്റ് MP-മാരുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു സൂചന നൽകിയത്. ഇപ്പോഴും പ്രശോഭ് ഒളിവിൽ തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ FIR-ൽ എന്തൊക്കെ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്, ഏതൊക്കെ നിയമം പ്രകാരമാണ്, ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്? പ്രവിത, അനിൽ, അല്പസമയം മുമ്പാണ് രാവിലെ യുവതി വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ, പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകിയിരുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ ഇത്തരത്തിലൊരു പരാതിയുമായി യുവതി മുന്നോട്ടേക്ക് വരികയും മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് മൊഴിയെടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം തിരികെ പോകുമ്പോഴാണ് ഷാഫി പറമ്പിനും VK ശ്രീകണ്ഠൻ MP-ക്കുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചത്. ഈ തന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഷാഫി പറമ്പിലിന് ഈ പ്രശോഭ് സി വത്സൻ, നഗരസഭയിലെ വാർഡ് കൗൺസിലറാണ്, അദ്ദേഹം ഷാഫി പറമ്പിലിനെ വീഡിയോ കോൾ ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യുവതി ചൂണ്ടിക്കാട്ടിയിരുന്നു. വളരെ രൂക്ഷമായ ആരോപണങ്ങളാണ് യുവതി ഉന്നയിച്ചിട്ടുള്ളത്. പ്രശോഭിനെതിരെ നേരത്തെ ആരോപിച്ചിട്ടുള്ള വിഷയങ്ങൾ വളരെ ഗൗരവമുള്ളത് തന്നെയാണ്. കാരണം ഈ പീഡനത്തിന് ഇരയായതിനു ശേഷം ഗർഭിണിയാണെന്ന് പറഞ്ഞ സമയത്ത് ഗർഭവലസിപ്പിക്കാൻ ഗുളിക ഉൾപ്പെടെ വാങ്ങിത്തരാമെന്നായിരുന്നു പറഞ്ഞതെന്ന് പറയുന്നു. പട്ടാമ്പിയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു ഇത്തരത്തിൽ പീഡനം നടത്തിയത്. പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് സമീപത്ത് വെച്ച്, പാലക്കാട് തന്നെ നഗരത്തിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ച് അങ്ങനെ 4 തവണ പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായി കഴിഞ്ഞ ദിവസമാണ് യുവതി വന്നത്. പിന്നീട് പരാതിയുടെ അടിസ്ഥാനത്തിൽ ടൗൺ സ്റ്റേഷനിൽ നിന്ന് യുവതിയെ മൊഴിയെടുക്കാൻ വേണ്ടി വിളിപ്പിക്കുകയായിരുന്നു. മൊഴിയെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. SC/ST ആക്ട് ഉൾപ്പെടെയുള്ളവ ഉൾപ്പെടുത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതേസമയം ഈ പീഡനാരോപിതനായിട്ടുള്ള ഈ പ്രശോഭ്, അയാൾ ഇപ്പോൾ ഒളിവിലാണ്. ഇയാൾക്കെതിരെ കോൺഗ്രസ് DCC നേതൃത്വം നടപടിയെടുത്തിട്ടുള്ളത്. അയാളെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അയാൾ ഇപ്പോഴും കൗൺസിലറാണ്. ഈ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അയാളോട് സ്വയം സ്ഥാനം വെച്ച് ഒഴിയണമെന്നാണ് DCC നേതൃത്വം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അയാൾ ഇപ്പോൾ എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങൾ അറിവില്ല. അയാൾ ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണ്. ശരി ഗോകുൽ, എന്തായാലും രാഹുൽ മാങ്കുട്ടത്തിന് പിന്നാലെ ഇപ്പോൾ പാലക്കാട്ടെ കോൺഗ്രസിന് കൂടുതൽ തലവേദനയായി മാറുകയാണ് ഈ കൗൺസിലർക്കെതിരായ പീഡന പരാതിയും കൂടി. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുമ്പോൾ പോലും രാഹുലിന്റെ പോലെ സമാനമായ കേസിൽ അദ്ദേഹത്തിന്റെ കൗൺസിലർ സ്ഥാനം എങ്ങനെ രാജിവെക്കണമെങ്കിൽ അത് സ്വന്തം താല്പര്യപ്രകാരം ചെയ്യട്ടെ എന്നുള്ളതാണ്. രാഹുൽ മാങ്കുട്ടത്തിലും ഇതേപോലെ MLA സ്ഥാനം സ്വയം വേണമെങ്കിൽ രാജിവെച്ചൊഴിയാം എന്നുള്ള ഒരു തരത്തിലാണ് കോൺഗ്രസ് ഒരു നിലപാടെടുത്തത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് വലിയ രീതിയിൽ കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കും, അല്ലെങ്കിൽ മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. BJP എന്തായാലും ഇപ്പോൾ തന്നെ ഇത് ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇനിയും ഈ തിരഞ്ഞെടുപ്പ് എത്താൻ ഇനി ദിവസങ്ങൾ ചുരുക്കം മാത്രമാണ് ബാക്കി. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ കോൺഗ്രസ് പാലക്കാട് വെട്ടിലാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.